ഹായ് ഫ്രണ്ട്സ്. അപ്പം ഞാനും എൻ്റെ മുത്തുമോളും കൂടി കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ ടൗണിലേക്ക്. കുറേ കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരുന്നാളാണ് നാളെ കഴിഞ്ഞ്. അപ്പം അതിന് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മോൾക്കൊരു ഉടുപ്പ് എടുക്കണം, പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് ഞങ്ങൾ ഈ പോകുന്നത് കൊച്ചിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് നമുക്ക് TC വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എവിടെയെങ്കിലും ചെയർ കിട്ടുമ്പോൾ നമുക്ക് മാറണമെങ്കിൽ TC വേണമല്ലോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞങ്ങൾ പോകും കേട്ടോ. സ്കൂളിലേക്കുള്ള വഴിയാട്ടോ ഇത്. അപ്പോൾ ഞാൻ 12 വർഷം ഇതിലേ പോയതാട്ടോ. LKG മുതൽ മോൾ അവിടെ പഠിക്കണതാണ്, 10th വരെ പഠിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ TC എല്ലാം വാങ്ങിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ അടുത്തത് ബാങ്കിലേക്ക് പോകും കേട്ടോ. ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ വാപ്പായും ഉണ്ടായിരുന്നു കേട്ടോ. വാപ്പാനെയും കണ്ടു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരേ ആവശ്യത്തിന് പോയതായിരുന്നു. ഞങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി കേട്ടോ. അതിന് വാപ്പ പോയി. അത് കഴിഞ്ഞിട്ട് ഞാനും കൊച്ചും കൂടി ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ക്രിസ്റ്റലിലേക്കാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ക്രിസ്റ്റലിൽ എത്തി കേട്ടോ. തൊടുപുഴയാണേ, തൊടുപുഴ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടോ. അപ്പം എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം നോക്കുക കേട്ടോ. മുത്തിനെ പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കാണില്ല. അവൾ ഈ ഒരു സെക്ഷനിലായിരിക്കും കേട്ടോ. ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അപ്പോൾ താഴെ ഗോഡൗൺ ഉണ്ട് കേട്ടോ. അവിടെ കേട്ടോ ഞങ്ങൾ വണ്ടി വെക്കണത്. അവിടെ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അപ്പം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൊണ്ടുപോയി അവിടെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു സ്റ്റുഡിയോയിൽ കയറി കേട്ടോ. നമ്മുടെ ടൗണിൽ തന്നെയുള്ള സ്റ്റുഡിയോയിൽ കയറി കൊച്ചിനൊരു ടോപ്പ് എടുക്കണമായിരുന്നു കേട്ടോ. പെരുന്നാളല്ലേ. പിന്നെ സ്കൂളിൽ എന്തോ ഒരു പരിപാടിയുണ്ട് ഈ കുട്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാട്ടോ, രണ്ടിനും കൂടി ആവട്ടെ എന്ന് ഇരുന്ന് കേട്ടോ ടോപ്പ് എടുത്തേ. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്രാവശ്യം പോയപ്പം അതെല്ലാം കൊച്ചിന് ടോപ്പ് കൊടുത്തു. ഞങ്ങളിതേ വീട്ടിൽ വന്ന് കയറി കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാണ്ടൊക്കെ ആട്ടോ പോയത്. പക്ഷേ ഒന്ന് കുടൽ കത്തിയായിരുന്നു വന്നത്. പക്ഷേ വഴിക്കുന്ന് ഞങ്ങൾക്ക് ഫുഡ് കിട്ടി കേട്ടോ. അത് ഞാൻ പിന്നെ വഴിയേ പറയുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ മോളുടെ ഉടുപ്പ്, ഫ്രോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. അപ്പോൾ ടോപ്പ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റ് വീട്ടിലുണ്ട്. പിന്നെ ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത്രയും. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് എത്തിയിട്ടോ. അപ്പോൾ വന്ന വഴി തറവാട്ടിൽ കയറിയായിരുന്നു. തറവാട്ടിൽ കൊച്ചിൻ്റെ ഉടുപ്പ് കാണിക്കാനായിട്ടോ. അവരെല്ലാവരെയും കൊച്ചിന് ഡ്രസ്സ് എടുത്തല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ പറ്റണില്ലായിരുന്നു. നല്ല വിശക്കുന്നുണ്ടായിരുന്നു, ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ എനിക്ക് കടിഞ്ഞായ വന്നു കേട്ടോ. കടിഞ്ഞായ വന്നപ്പോഴത്തേക്കും അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അത്യാവശ്യം വിശപ്പൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ ആങ്ങള വന്നു കേട്ടോ. അപ്പോൾ അവൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോഴത്തേക്കും അവനിങ്ങനെ മുളക് ബജി കൊണ്ടുവന്നായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു. നമ്മൾ എടുക്കുമ്പോൾ കൈ നമ്മുടെ പൊള്ളി പോയിരുന്നു. അത്രയും നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടെങ്ങാണ്ട് അവന് വന്നപ്പോൾ മുളക് ബജി മേടിച്ചുകൊണ്ട് വന്നു. അപ്പം അതും കഴിച്ചു. അതും കൂടെ കഴിച്ചപ്പോഴത്തേക്കും വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ പിള്ളേരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരോടും വർത്താനം പറഞ്ഞുകൊണ്ടെല്ലാം ഇരുന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മുത്തോളും കൂടി വീട്ടിലേക്ക് വന്നു കേട്ടോ. അന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ പറ്റില്ല. കാരണം നമ്മൾ കുറേ സ്ഥലങ്ങളിൽ കൂടെ പോയല്ലോ. സ്കൂളിലൊക്കെ ആണെങ്കിലും പോയപ്പോൾ നമുക്ക് താമസം വന്നു. പിന്നെ ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടല്ലേ. വെയിലിന് ഭയങ്കര ചൂടാണ്. കാര്യം ഭയങ്കരമായിട്ട് വെയിൽ തെളിയുന്നില്ലെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടല്ലേ. അപ്പം ഞങ്ങൾ 2-3-4 സ്ഥലങ്ങളിൽ കൂടെ പോയിട്ടല്ലേ വന്നേ. അപ്പം മടുത്തായിരുന്നു. അപ്പോൾ വന്നതേ തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്ക് ചോറൊന്നും വേണ്ട, എനിക്ക് വയറ് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നേ. അപ്പോൾ കൊച്ചു പറഞ്ഞു കൊച്ചിന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഞങ്ങൾ ക്രിസ്റ്റലിൽ നിന്ന് കുറച്ച് ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അതെല്ലാം തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ കൊച്ചിന് അതും കാപ്പിയും മതി എന്ന് പറഞ്ഞു. അവൾ തന്നെ ഉണ്ടാക്കി. എനിക്ക് പറ്റില്ലായിരുന്നു കേട്ടോ. കൊച്ചിനോട് ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. കൊച്ചു തന്നെ ഉണ്ടാക്കി. അപ്പോൾ എനിക്കും കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞു കാപ്പി. അപ്പോൾ എനിക്കും തന്നു കാപ്പി. ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം ഇരുന്ന് വർത്താനം എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും സമയം സന്ധ്യാകാറായി. അപ്പം കുറച്ച് നേരം ഞാനവിടെ ഇരുന്നു, കുറച്ച് നേരം കിടന്നു. എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കൊക്കെ സമയമായി. അപ്പോൾ ഇനിയിപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ പറയാൻ വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് നമ്മുടെ പെരുന്നാളാണ്, വലിയ പെരുന്നാൾ. അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു വലിയ പെരുന്നാൾ ഞാൻ ആശംസിക്കുന്നു. ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വലിയ പെരുന്നാൾ ഉണ്ടാകട്ടെ. അപ്പം എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.